നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ നമ്മുടെ 12th ലെവലിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കൂടാതെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസറിലേക്കും വേണ്ടിയിട്ടുള്ള നിലവിലത്തെ ഫോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കേരള PSC ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽസും കൂടാതെ അതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, അതിന്റെ സിലബസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിവരം നിങ്ങൾക്ക് പുതിയതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നത്? എക്സൈസ് ഓഫീസർ ആണോ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണോ, അതോ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസർ ആണോ, ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയച്ചിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്ന് കേരള PSC ഏകദേശം 67ഓളം പുതിയ നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതില് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫോഴ്സ് എക്സാംസ് ഏതൊക്കെയെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തേതെന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് 187 187/2025. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. 187/2025 എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. കൂടാതെ അതിനുശേഷം വന്നിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എല്ലാ ജില്ലകളിലും വിളിച്ചിട്ടുണ്ട് നിലവില്. അപ്പൊ എല്ലാ ജില്ലകളിലേക്കുമുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 211/2025 അതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. കൂടാതെ നമ്മുടെ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി നമ്പർ 215/2025. ഇതിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ 4 ജില്ലകളിലാണ് ഒഴിവുകൾ വരുന്നത്. ഓരോ ഒഴിവുകൾ മാത്രമാണ് നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ എന്ത് ചെയ്യാം, ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. കൂടാതെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഫോഴ്സ് പരീക്ഷകൾക്കെല്ലാം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട് അല്ലെ. ഇൻസ്പെക്ടർ, നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയാലും, നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അതിലേക്കുള്ള വിമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആയാലും, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയാലും ഒക്കെ എന്തുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ എക്സൈസിന്റെയും ഫയർമാന്റെയും CPO WCPO ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് എത്രത്തോളം പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും അത് എത്രത്തോളം നല്ല രീതിയിൽ എക്സാമിന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഫയർമാൻ ഫയർ വുമന്റെതും നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തേക്കാം. 9916116972. ആ നമ്പറിൽ വാട്സപ്പില് നിങ്ങൾ ഏത് ബാച്ചാണ് താല്പര്യമുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. അത് എക്സൈസ് ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സൈസ് ഓഫീസറിനെക്കാളും കുറച്ചും കൂടി സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടറിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനകത്തും ഈ പറയുന്ന വന്യജീവികളുമായി ബന്ധപ്പെടുത്തിയിട്ട് വനവകുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക് അതിനകത്തുണ്ട്. നമ്മുടെ വിമൺ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏത് ലെവലിലോട്ടാണ് നമ്മുടെ ഫയർമാൻ ഫയർ വുമന്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പറയുന്ന 3 പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സൈസ് ഓഫീസറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 187/2025 കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിലവില് നമ്മുടെ എക്സൈസ് ഓഫീസറിന്റെ ശമ്പളം വരുന്നത് 43,000 മുതൽ 91,000 രൂപ വരെയാണ്. കൂടാതെ ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. 2/1/1994 അതുപോലെ തന്നെ 1/1/2006 മധ്യേ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ഹൈറ്റും അത്യാവശ്യമാണ്. പുരുഷന്മാരുടെ ഹൈറ്റ് വന്നിട്ട് 165 അതുപോലെ തന്നെ സ്ത്രീകളുടെ ഹൈറ്റ് 152 സെന്റിമീറ്ററുമാണ് ഹൈറ്റ് വരുന്നത്. ഇതൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ജോലിയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ജോലിയാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ സെറ്റാണ്. ഇനി നമ്മൾ നോക്കിയത് വനം വന്യജീവി വകുപ്പ് അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കാര്യമാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കാര്യമാണെങ്കിൽ കാറ്റഗറി നമ്പർ 211/2025
കൂടാതെ ഇതിന്റെ ശമ്പളം വരുന്നത് 27,000 മുതൽ 63,000 വരെയാണ് ഇതിന്റെ ശമ്പളം വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് +2 ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. +2 ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. 26 വയസ്സാണ് ഇതിന്റെ ജനറൽ ഏജ് ലിമിറ്റ്. OBC SC ST ഒക്കെ അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഇതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കുക, അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓക്കെ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഎലിജിബിലിറ്റി വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നുള്ള കാര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻഎലിജിബിൾ ആയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന് പറയുമ്പോൾ 215/2025 അതിന്റെ കാറ്റഗറി നമ്പറാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ശമ്പളം വരുന്നത് 27,000 63,000 ആണ്. കൂടാതെ ഇതിന്റെ പ്രായപരിധി വന്നിട്ട് 18 വയസ്സ് മുതൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. ഓക്കെ, 26 വയസ്സ് വരെയാണ് ജനറൽ ഏജ് ലിമിറ്റ് വരുന്നത്. OBC SC ST ഒക്കെ അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ഇതിന്റെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് 2/1/1999 1/1/2007 മധ്യേ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന 3 ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കൂടാതെ സബ് ഇൻസ്പെക്ടർ മെയിൻസിലേക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ച് ആണ്, സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോഴേ ജോയിൻ ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു പോവുക. വലിയൊരു ലക്ഷ്യത്തിന് മുൻനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും ഈ ഒരു വിവരം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.